Yes. Now we are going to discuss some important terms in vectors. First one, നോക്കൂ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി പറയാൻ പോണത്. Equal vectors. What do you mean by equal vectors? See, here two vectors A and B. Vector A and vector B. ആണല്ലോ. നോക്കൂ, വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി എന്ന് എഴുതി. എന്താ റീസൺ? ഇവരുടെ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് ലെങ്ത് ഓഫ് ദ ലൈൻ ഈസ് എ മെഷർ ഓഫ് മാഗ്നിറ്റ്യൂഡ് രണ്ടാൾക്കും സെയിം ആണല്ലോ. അതുപോലെ രണ്ടുപേരുടെയും ഡയറക്ഷൻ നോക്കും, അതും സെയിം ആണ്. അപ്പോൾ ടു വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ ഓൺലി വെൻ ദെയർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ മാഗ്നിറ്റ്യൂഡ്സ് ആർ ഈക്വൽ, ഡയറക്ഷൻ സെയിം. ഓക്കെ, ഇപ്പോൾ നോക്കൂ, എന്താ ഞാനിങ്ങനെ വരയ്ക്കാം. ഒരു വെക്ടർ ഇങ്ങനെ, വെക്ടർ എ. ഒരു വെക്ടർ ഞാനിങ്ങനെ വരച്ചു, വെക്ടർ ബി. ഇവിടെ എ നോട്ട് ഈക്വൽ ടു ബി. എ നോട്ട് ഈക്വൽ ടു ബി. വൈ എ നോട്ട് ഈക്വൽ ടു ബി? നോക്കൂ, ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ ഈ ലെങ്ത്തും അതുപോലെ ഈ ലെങ്ത്തും സെയിം ആണ്. പക്ഷേ എന്തുകൊണ്ട് സെയിം അല്ല? നോക്കൂ, ഇയാളുടെ ഡയറക്ഷനും സെയിം അല്ല. ഇപ്പം മാഗ്നിറ്റ്യൂഡ് സെയിം ആയാൽ അതുകൊണ്ട് മാത്രം അവരെ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയരുത്. ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം കേട്ടോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, ബട്ട് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. വൈ? ദ ഡയറക്ഷൻസ് ആർ ഡിഫറൻറ്റ്. അതാണ് റീസൺ കേട്ടോ. ഇനി അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ വരച്ചു. ഇവരെ നമുക്ക് ഈക്വൽ വെക്ടേഴ്സ് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇയാളിപ്പോൾ എ ആണ്, ഇയാൾ ബി ആണെങ്കിൽ എന്താ ഇഷ്യൂ? രണ്ടുപേരുടെയും ഡയറക്ഷൻ സെയിം ആണ്, പക്ഷെ എന്ത് സെയിം അല്ല? മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. അപ്പോൾ ഈക്വൽ വെക്ടേഴ്സ് ക്ലിയർ ആയല്ലോ. ടു വെക്ടേഴ്സ് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇതാണ് എക്സാമ്പിൾ കേട്ടോ. ഈക്വൽ വെക്ടേഴ്സ് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളൊരു ടേം കൂടെ അറിയണം, ലൈക്ക് വെക്ടേഴ്സ് ഓർ പാരലൽ വെക്ടേഴ്സ്. എന്താ ഈ ലൈക്ക് വെക്ടർ അല്ലെങ്കിൽ പാരലൽ വെക്ടർ എന്ന് പറഞ്ഞാൽ? നോക്കൂ, രണ്ട് വെക്ടറുകൾ ഇതാ, വെക്ടർ നമ്പർ 1, വെക്ടർ നമ്പർ 2. ഇവർ രണ്ടുപേരും ഈക്വൽ വെക്ടേഴ്സ് അല്ല. ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. എന്തുകൊണ്ടാണ് ഈക്വൽ വെക്ടർ അല്ല എന്ന് പറയുന്നത്? കാരണം രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. സേ എ ഈക്വൽ ടു 2b തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 2b. ഡയറക്ഷൻ രണ്ടുപേർക്കും സെയിം ആണ്. ഡയറക്ഷൻ രണ്ടുപേരുടെയും സെയിം ആണ് അല്ലേ? പക്ഷേ എന്നാലും അവർ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയരുത്. അപ്പോൾ ലൈക്ക് വെക്ടേഴ്സ് ഓർ പാരലൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഇഫ് ടു വെക്ടേഴ്സ് ഹാവ് സെയിം ഡയറക്ഷൻ ബട്ട് ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡ്. അതിൽ മാഗ്നിറ്റ്യൂഡ് കൂടെ ഈക്വൽ ആയാൽ ദാറ്റ് ലൈക്ക് വെക്ടേഴ്സ് ബിക്കം ഈക്വൽ വെക്ടർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ലൈക്ക് വെക്ടേഴ്സ്? ആംഗിൾ ബിറ്റ്വീൻ ലൈക്ക് വെക്ടേഴ്സ്, കമോൺ നിങ്ങൾ പറ. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ലൈക്ക് വെക്ടേഴ്സ്? സിമ്പിൾ, 0, ബിക്കോസ് ദേ ആർ ആക്ടിങ് ഇൻ സെയിം ഡയറക്ഷൻ. ഇപ്പോൾ രണ്ട് വെക്ടർ ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ even though their magnitudes are different, they are called like vectors. Angle between like vectors is 0 degree. ഓർമ്മിച്ച് വെച്ചോളൂ, angle between like vectors is 0 degree. ഇനി നമ്മൾ എന്തിലോട്ട് പോകുന്നു? നെഗറ്റീവ് വെക്ടർ. എന്താ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പറ. നെഗറ്റീവ് വെക്ടർ, if two vectors A and B have equal magnitude but opposite direction. ഡെഫിനേഷൻ ഓർമ്മിച്ച് വെച്ചോട്ടോ. ഡെഫിനേഷൻ പഠിക്കണേ, ഡെഫിനേഷൻ പഠിച്ച് വെക്കണേ. അപ്പോൾ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഫസ്റ്റ് വെക്ടർ നിങ്ങൾ നോക്കൂ. ഫസ്റ്റ് വെക്ടർ എ, ഡയറക്ഷൻ ഇതാ. ബി ഈക്വൽ ടു മൈനസ് എ, ഇതാ നോക്കൂ, നേരെ തിരിച്ചാ. അപ്പോൾ ഇതാണ് ബി എന്ന് പറഞ്ഞ വെക്ടർ, ഇതാണ് എ എന്ന് പറഞ്ഞ വെക്ടർ. എയും ബിയും ഈക്വൽ ആണോ? മൈ ക്വസ്റ്റ്യൻ, എയും ബിയും ഈക്വൽ ആണോ? എ ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റുമോ? എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? എ ഈക്വൽ ടു ബി ആവണമെങ്കിൽ അവർ എന്ത് വെക്ടർ ആയിരിക്കണം? കമോൺ, ഈക്വൽ വെക്ടേഴ്സ് ആവണ്ടേ. ഇവിടെ എ നോട്ട് ഈക്വൽ ടു ബി, എ നോട്ട് ഈക്വൽ ടു ബി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാലും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. എന്താ കാരണം? രണ്ടുപേരുടെയും ലെങ്ത്തുകൾ സെയിം ആണ്. അപ്പോൾ വാട്ട് ഈസ് നെഗറ്റീവ് വെക്ടേഴ്സ്? ഇഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷൻ, then they are called negative vectors. ഇയാളുടെ നെഗറ്റീവ് വെക്ടറാണിത് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ഇറ്റ്സ് നെഗറ്റീവ് വെക്ടർ? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ഇറ്റ്സ് നെഗറ്റീവ് വെക്ടർ? കം ഓൺ.
No doubt, it is 180 degree. Angle between a vector and its negative vector is 180 degree. Angle between a vector and another its equal vector is 0 degree. Okay. ഇനി നമ്മൾ എന്തിലോട്ട് പോകുന്നു? unlike vectors or anti-parallel vectors. ഫിഗറിലോട്ട് നോക്കൂ. ഇവിടെ എയും ബിയും ഇതാ എ എന്ന് പറയുന്ന വെക്ടറാണിത്. സെക്കൻഡ് വൺ ബി എന്ന് പറഞ്ഞ വെക്ടറാണ്. എ, ഇവിടെ ബി. രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് ക്ലിയർ ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. പക്ഷേ രണ്ടുപേരുടെയും ഇയാളുടെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? നിങ്ങൾ നോക്കൂ, എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ അൺലൈക്ക് വെക്ടേഴ്സ് ഓർ ആൻറ്റി പാരലൽ വെക്ടേഴ്സ്, ഇഫ് ടു വെക്ടേഴ്സ് ഹാവ് ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് ആൻഡ് ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡ്, ആ ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡിന് പകരം ഈക്വൽ മാഗ്നിറ്റ്യൂഡ് വന്നാൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കണം? നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയണം. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻറ്റി പാരലൽ വെക്ടേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് നെഗറ്റീവ് വെക്ടർ. പാരലൽ വെക്ടേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഈക്വൽ വെക്ടർ കേട്ടോ. സോ വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ടു ആൻറ്റി പാരലൽ വെക്ടേഴ്സ്? 180 degree. Okay? Yes, our next discussion topic, unit vector. Definition നോക്കിയേ, വെക്ടർ ഹാവിങ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ നോക്കൂ, ഇതാണ് എ എന്ന് പറഞ്ഞ ഒരു വെക്ടർ എന്ന് നിങ്ങൾ വിചാരിക്കും. എ, this one represents its magnitude. Length of the line is a measure of magnitude. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ നമ്മൾ കാണിക്കും? ഇങ്ങനെ എ എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഇടുന്നു. യു റീഡ് ഇറ്റ് ആസ് മോഡുലസ് ഓഫ് എ. മോഡുലസ് ഓഫ് വെക്ടർ എ ആണല്ലോ. അതിന് നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയും. മോഡുലസ് സിമ്പിൾ നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇതിപ്പോൾ ഒരു ഫോഴ്സ് ആണെന്നും 5 ന്യൂട്ടൺ ഫോഴ്സ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ 5 ന്യൂട്ടൺ ഫോഴ്സിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിൽ ആ 5 ഉണ്ടല്ലോ, ദാറ്റ് 5 ആണ് ഈ ഡിനോമിനേറ്ററിൽ കൊടുത്തിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ യൂണിറ്റ് വെക്ടർ ഓഫ് ദിസ് വെക്ടർ നമ്മളിങ്ങനെ എഴുതുന്നു. എ ക്യാപ്, എ എന്ന് എഴുതിയതിന് മുകളിൽ ഒരു തൊപ്പിയിടും. ക്യാപ്, കണ്ടോ, ക്യാപ്. യു റീഡ് ഇറ്റ് ആസ് എ ക്യാപ്. A cap is equal to, by definition, it is vector divided by its magnitude. നോക്കൂ, ഈ മോഡുലസ് സിമ്പിൾ കൊടുത്തതിന് ശേഷം ഈ വെക്ടറിന് മോഡുലസ് സിമ്പിൾ കൊടുത്താൽ അതെന്തായിട്ട് മാറും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് മാറും. സോ വെക്ടർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെയിം വെക്ടർ ഈസ് കാൾഡ് യൂണിറ്റ് വെക്ടർ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്നറിയാമോ നിങ്ങൾക്ക്? യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് 1 ആയിരിക്കും. 1. യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1. ഓർമ്മിച്ച് വെച്ചോളൂ. അതുകൊണ്ടാണ് ഡെഫിനിഷൻ നോക്കൂ, എ വെക്ടർ ഹാവിങ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഈസ് കാൾഡ് യൂണിറ്റ് വെക്ടർ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഓൾറെഡി വെക്ടർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് യൂണിറ്റ് വെക്ടർ? ആക്ച്വലി ഒരു വെക്ടറിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് ആര്? യൂണിറ്റ് വെക്ടർ. അപ്പം നമുക്ക് ഈ ഫിഗറിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരാം. നോക്കൂ, ഇയാളാണ് വെക്ടർ എ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇയാളാണ് വെക്ടർ എ. ഡയറക്ഷൻ ഇതാ ഇവിടേക്കാണ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ഡയറക്ഷൻ. അപ്പം നമുക്ക് ആ ഫിഗറിൽ എ ക്യാപ്, അതായത് ഈ എ ക്യാപ്പിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇതാ നോക്കൂ, ഇതാണ് എ ക്യാപ്പ്. ചെറിയല്ലേ? ഇത് വേറൊരു എ ക്യാപ്പാ, ഇത് വേറൊരു എ ക്യാപ്പാ. എ ക്യാപ്പ്, എ ക്യാപ്പ്, എ ക്യാപ്പ്. ഈ എല്ലാ എ ക്യാപ്പുകളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ക്യാപ്പ് കിട്ടും. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടനാണ് ഒരു ബോർഡർ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് വിചാരിക്കും. 10 ന്യൂട്ടൺ സിംഗിൾ ഫോഴ്സ് 10 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാറ്റ് 10 ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പീസസ്. സേ 1 1 1 അങ്ങനെയാണെങ്കിൽ ആ 10 ന്യൂട്ടനാണ് ഫോഴ്സ് എങ്കിൽ, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ കാണിക്കാം, എഫ് ഈസ് ഈക്വൽ ടു 10 ഐ ക്യാപ്പ്. ഒരു സിമ്പിൾ ഉപയോഗിക്കാം, 10 എഫ് ക്യാപ്പ്. 10 ന്യൂട്ടനാണ് ടോട്ടൽ ഫോഴ്സ് എന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു 10 എഫ് ക്യാപ്പ്. അപ്പോൾ എഫ് ക്യാപ്പ് എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ എഫ് ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ ഇറ്റ് ഈസ് 1. അപ്പോൾ ഏത് യൂണിറ്റ് വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1. അപ്പോൾ എന്തിനാണ് യൂണിറ്റ് വെക്ടർ? ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ മെൻഷൻ ചെയ്യാനാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്യുന്നത്. നോക്കൂ, വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇതാ ഇവിടേക്കാണെങ്കിൽ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനും അതേ ഡയറക്ഷനാണ്.
സോ എ വെക്ടർ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് വെക്ടർ സെയിം ഡയറക്ഷനാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് വെക്ടർ? 0 ഡിഗ്രി. എന്താ കാരണം? രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ. ഇപ്പോൾ രണ്ട് വെക്ടറുകൾ ഒരേ ഡയറക്ഷനാണ്. ഓർമ്മിക്കുക, വെക്ടറും ആ വെക്ടറിൻ്റെ തന്നെ യൂണിറ്റ് വെക്ടറും എവിടേക്ക് ആയിരിക്കും? ഒരേ ഡയറക്ഷൻ ആയിരിക്കും. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർമ്മിക്കുക, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്യാപ്? 1. ഹൗ വി ക്യാൻ ഫൈൻഡ് യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ വെക്ടർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതൊക്കെ പഠിപ്പിക്കും, നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് വെക്ടർ. യെസ്. നെക്സ്റ്റ് വൺ, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ഓർ ഓർത്തോനോർമൽ ബേസ് ഓർ വെക്ടർ ട്രയാഡ്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യം എന്താ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എക്സ് വൈ സെഡ്. ഇവിടെയൊക്കെ സെഡ് ഉണ്ട് കേട്ടോ. 3 ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇത് സെഡ് ആണ്, എക്സ് വൈ സെഡ്. ഇവിടെയാണ് ഒറിജിൻ. ഇപ്പോൾ എക്സ് ഇങ്ങോട്ട്, വൈ ഇങ്ങോട്ട്. സെഡ് ആക്ച്വലി ഇങ്ങനെയല്ല. സെഡ് ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഔട്ട്വേർഡ്, ദാറ്റ് ഈസ് ടുവേർഡ്സ് യു വൈൽ വാച്ചിങ് ദിസ് ടി വി. സോ സെഡ് പുറത്തോട്ട്. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ? 90 ഡിഗ്രി. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വൈ ആൻഡ് സെഡ്? 90 ഡിഗ്രി. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആൻഡ് സെഡ്? 90 ഡിഗ്രി. ഞാൻ പറഞ്ഞു ഈ ലൈൻ പുറത്തോട്ട് നിൽക്കുന്നത് കാരണം അത് എക്സും സെഡും തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കും, വൈയും സെഡും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ഇപ്പോൾ ഓർത്തോ എന്ന് പറഞ്ഞാൽ ആദ്യമേ അറിയുക, ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. ദെൻ നോക്കൂ, എക്സ് സപ്പോസ് ഒരു ഫോഴ്സ് ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തതെന്ന് വിചാരിക്കും, ഇതാ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കും. ആ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് എഫ് ഈസ് ഈക്വൽ ടു, സേ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്, എഫ് ഈസ് ഈക്വൽ എക്സ് എന്ന് പറഞ്ഞ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്, എക്സ്. ഓക്കെ, സേ ആ ലെങ്ത് ഒരു 10 മീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. അതായത് 10 മീറ്റർ ആണ് ഈ ഫോഴ്സ്. അപ്പോൾ അതായത് ഫോഴ്സ് എത്ര ന്യൂട്ടൺ ആയിരുന്നു? 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചോളൂ. 10 ന്യൂട്ടൺ ഫോഴ്സാണ് ആക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എഫ് ഈസ് ഈക്വൽ ടു 10 ഐ ക്യാപ്പ് എന്ന് കാണിക്കാം. ഐ ക്യാപ്പ് എന്ത് കാണിക്കാം? ഐ ക്യാപ്പ്. ഐ ക്യാപ്പ്. ഇപ്പം എന്താ ഐ ക്യാപ്പ്? ഞാൻ പറഞ്ഞു ഏത് വെക്ടറിനും യൂണിറ്റ് വെക്ടർ ഉണ്ട്. നമ്മൾ യൂഷ്വലി എക്സ് ഡയറക്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്. ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സിമ്പലാണ് യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ഡയറക്ഷൻ ഈസ് ഐ ക്യാപ്പ്. ഇപ്പോൾ നോക്കൂ, ഇത് കണ്ടോ, ഇതാണ് ഐ ക്യാപ്പ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ്, നോ ഡൗട്ട് ഇറ്റ് ഈസ് 1. ഐ ക്യാപ്പ് ഈസ് 1. സോ എക്സ് ഡയറക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു വെക്ടർ ആണെങ്കിൽ അയാളെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഐ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വെക്ടർ കിട്ടും. സിമിലർലി വൈ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആരാ? ജെ ക്യാപ്പ്. സെഡ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആരാ? കെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഇതാ നോക്കൂ നിങ്ങൾ, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, ഇവർ മൂന്നും ഈക്വൽ ആണോ? ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ജെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു കെ ക്യാപ്പ്. കറക്റ്റ് ആണോ? അല്ല. എന്താ കാരണം? നോട്ട് ഈക്വൽ. വൈ നോട്ട് ഈക്വൽ? ബിക്കോസ് ദെയർ ഡയറക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. ഐ ഇവിടേക്കാണെങ്കിൽ ജെ ഇവിടേക്കല്ലേ? ഞാൻ പറഞ്ഞല്ലോ, രണ്ട് വെക്ടറുകൾ ഈക്വൽ എന്ന് പറയണമെങ്കിൽ എന്ത് ഈക്വൽ ആയാൽ പോരാ, മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വൽ ആയാൽ പോരാ, എന്തും കൂടെ സെയിം ആയിരിക്കണം, ഡയറക്ഷൻ കൂടെ സെയിം ആയിരിക്കണം. നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, ഐ ക്യാപ്പ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ ക്യാപ്പ് ഈക്വൽ ടു 1. അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആയതുകൊണ്ട് മാത്രം നിങ്ങളെ അവരെ ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കരുത്, എന്തും കൂടെ സെയിം ആയിരിക്കണം, ഡയറക്ഷനും കൂടെ സെയിം ആയിരിക്കണം. ദെൻ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഐ ക്യാപ്പ് ആൻഡ് ജെ ക്യാപ്പ്? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഐ ക്യാപ്പ് ആൻഡ് ജെ ക്യാപ്പ്? 90 ഡിഗ്രി. ഫിഗറിലോട്ട് നോക്കൂ. അതുപോലെ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജെ ക്യാപ്പ് ആൻഡ് കെ ക്യാപ്പ്? ഇറ്റ്സ് അഗെയിൻ 90 ഡിഗ്രി. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ കെ ക്യാപ്പ് ആൻഡ് ഐ ക്യാപ്പ്? അഗെയിൻ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി എക്സ് ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പ് എന്നും വൈ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പ് എന്നും സെഡ് ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കെ ക്യാപ്പ് എന്നും എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടതാ വേറൊരു വെക്ടർ എങ്ങനെ നിൽക്കുന്നു? ഇറ്റ് ഈസ് എഫ്. ഫോർ എക്സാമ്പിൾ വേറൊരു വെക്ടറാണ് എഫ്.
അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കയറി ഐ ക്യാപ്പ് എന്ന് എഴുതരുത്, എന്ത് എഴുതണം? എഫ് ക്യാപ്പ് എന്ന് എഴുതണം. ഇപ്പോൾ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്ത വെക്ടർ എ ആണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ ആരായിരിക്കും? എ ക്യാപ്പ്. എ ക്യാപ്പ് എങ്ങനെ കിട്ടും? വെക്ടർ എ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞത് എക്സ് ഡയറക്ഷന് മാത്രമാണ് നമുക്ക് ഐ ക്യാപ്പും, വൈ ഡയറക്ഷനിൽ ജെ ക്യാപ്പും, സെഡ് ഡയറക്ഷനിൽ കെ ക്യാപ്പും. വേറെ ഏതെങ്കിലും ഡയറക്ഷൻ നമ്മൾ വരികയാണെങ്കിൽ, അതായത് നമ്മളിവിടെ ഒറിജിൻ ചൂസ് ചെയ്തു, എക്സ് ഇങ്ങോട്ടും വൈ ഇങ്ങോട്ടും സെഡ് ഇങ്ങോട്ടും ചൂസ് ചെയ്തു, എന്നിട്ട് വെക്ടർ വേറൊരു ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എന്താണോ വെക്ടർ അതിൻ്റെ ക്യാപ്പ് എടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ആ വെക്ടറിനെ റിസോൾവ് ചെയ്ത് എക്സ് ഡയറക്ഷനിലേക്കും വൈ ഡയറക്ഷനിലേക്കും മാറ്റാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. സീറോ വെക്ടർ ഓർ നൾ വെക്ടർ. എന്താ സീറോ വെക്ടർ ഓർ നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ? പേരിലേനുണ്ട് സീറോ വെക്ടർ, എ വെക്ടർ ഓഫ് സീറോ മാഗ്നിറ്റ്യൂഡ്. സീറോ മാഗ്നിറ്റ്യൂഡ് അങ്ങനെ ഒരു വെക്ടർ ഉണ്ടോ? അങ്ങനെ ഒരു വെക്ടറിന് ഡയറക്ഷൻ ഉണ്ടോ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വൺ ഡയമെൻഷണൽ മോഷനിൽ പഠിച്ച എക്സാമ്പിളാണ്. യു ത്രോ എ ബോഡി വെർട്ടിക്കലി അപ്വേർഡ്, ഇറ്റ് റീച്ചസ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലിരിക്കുകയാണ്. ആ ഒരു മൊമെൻറ്റിൽ അത് ഇനി എവിടേക്ക് പോരും? താഴേക്ക് പോരും. ആ താഴേക്ക് പോരാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി? അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വി നോ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് സീറോ. സോ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് എ സീറോ വെക്ടർ. ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ അതിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണ്? അപ്വേർഡാണ്. എന്നാൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തി ജസ്റ്റ് താഴേക്ക് പോരാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണ്? താഴേക്കാണ്. അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക, സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. എക്സാമ്പിൾ, എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് റീച്ചസ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ്, അറ്റ് ദാറ്റ് ടൈം ദ വെലോസിറ്റി വെക്ടർ ഓഫ് ദ ബോഡി ഈസ് എ നൾ വെക്ടർ. നിങ്ങൾക്കറിയാം, ഹയസ്റ്റ് പോയിന്റിൽ ബോഡി ജസ്റ്റ് അങ്ങ് സ്റ്റോപ്പായി തിരിച്ചു പോരുന്ന ആ ഇൻസ്റ്റൻറ്റിൽ ആക്സലറേഷൻ സീറോ അല്ല. ആക്സലറേഷൻ എവിടേക്കാണ്? ആക്സലറേഷൻ ഈസ് ആക്ടിങ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദി എർത്ത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഈസ് നോട്ട് എ നൾ വെക്ടർ, ഓൺലി വെലോസിറ്റി ഈസ് നൾ വെക്ടർ അറ്റ് വെൻ ബോഡി റീച്ചസ് ഹയസ്റ്റ് പോയിന്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, വാട്ട് ഈസ് സീറോ വെക്ടർ ഓർ നൾ വെക്ടർ? വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് സീറോ. സിമ്പിളാണ്. കോപ്ലാനാർ വെക്ടേഴ്സ്. കോപ്ലാനാർ വെക്ടേഴ്സ് ആക്ടിങ് ഇൻ സെയിം പ്ലെയിൻ. ഈ മൂന്ന് പേരും കോപ്ലാനാർ ആണോ? അതെ, കാരണം മൂന്ന് പേരെയും ഞാൻ ബോർഡിലല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കൂ, ഞാൻ ഇങ്ങനെ എക്സും ഇങ്ങനെ വൈ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ എടുത്താൽ നിങ്ങൾക്കറിയാം ഇതല്ലേ എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ ഈ മൂന്ന് വെക്ടേഴ്സും ഏത് പ്ലെയിനിലാണ്? എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ അതാ ഒരാൾ എ എന്ന് പറയുന്ന ഒരാൾ എവിടേക്ക് നിൽക്കുന്നു? ഇതാ ഇങ്ങോട്ട് നിൽക്കുന്നു. എ എന്ന് പറഞ്ഞ വെക്ടർ നോക്കുക, അതാ എ എന്ന് പറഞ്ഞ വെക്ടർ. ബി എന്ന് പറയുന്ന വെക്ടർ അതാ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ ബി. ഇതിനെ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ. സി എന്ന് പറഞ്ഞ വെക്ടർ അതാ ഏകദേശം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ ഒറിജിനെ ബേസ് ചെയ്ത് മൂന്ന് വെക്ടറുകളും ഏത് പ്ലെയിനിലാണ്? ഇയാളും എക്സ് വൈ പ്ലെയിനിലാണ്, ഇയാളും എക്സ് വൈ പ്ലെയിനിലാണ്, ഇയാളും എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ മൂന്ന് വെക്ടറുകൾ ഒരേ പ്ലെയിനിൽ വന്നാൽ ആ മൂന്നല്ല എനി നമ്പർ ഓഫ് വെക്ടേഴ്സ് കേട്ടോ. അപ്പോൾ what are coplanar vectors? Vectors acting in the same plane is called coplanar vectors. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരു എൻട്രൻസ് ക്വസ്റ്റ്യനാണ്. മിനിമം നമ്പർ ഓഫ് coplanar vectors which can give zero resultant. Minimum number of coplanar vectors which can give zero resultant. സീറോ റിസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? സീറോ വരണം എന്നാണ്. സീറോ വരാൻ എത്ര വെക്ടറുകൾ വേണമെന്ന്? എന്തായാലും ഞാൻ ഈ ക്വസ്റ്റിന് ആൻസർ ഇപ്പോൾ പറയുന്നില്ല, കാരണം നമുക്ക് അടുത്തൊരു സെക്ഷൻ പഠിപ്പിച്ചതിന് ശേഷമേ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലിട്ട് നോക്കിക്കോ, മിനിമം നമ്പർ ഓഫ് കോപ്ലാനാർ വെക്ടേഴ്സ് വിച്ച് ക്യാൻ ഗിവ് സീറോ റിസൾട്ടൻറ്റ്. ആൻസർ അടുത്ത ക്ലാസ്സിലോട്ട് കണ്ടുപിടിച്ചിട്ട് വരണം നിങ്ങൾ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം അത്, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. മിനിമം നമ്പർ ഓഫ് കോപ്ലാനാർ വെക്ടേഴ്സ് വിച്ച് ക്യാൻ ഗിവ് സീറോ റിസൾട്ടൻറ്റ്. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ സമ്മിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോൺ കോപ്ലാനാർ വെക്ടേഴ്സിലോട്ട് പോകാം. എന്താ നോൺ കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? നോൺ കോപ്ലാനാർ ഇതാ എക്സ് ആക്സിസ്, ഇതാ വൈ ആക്സിസ്, പുറത്തോട്ട് സെഡ് ആക്സിസ്. എന്താ നോൺ കോപ്ലാനാർ? അപ്പോൾ അതിൽ നിങ്ങൾ നോക്കൂ, ഒരു വെക്ടർ ഞാൻ എവിടേക്ക് വരയ്ക്കുന്നു? ഇതാ ഈ ഡയറക്ഷനിൽ വരച്ചു. ഒരു വെക്ടർ ഇങ്ങോട്ട് വരച്ചു, വെക്ടർ എ. ഒരു വെക്ടർ ഞാൻ ഇങ്ങോട്ട് വരച്ചു, വെക്ടർ ബി. ഇവർ രണ്ടുപേരും കോപ്ലാനാറാണ്, കാരണം രണ്ടുപേരും എക്സ് വൈ പ്ലെയിനിലാണ്.
ഇനി ഒരു വെക്ടർ ഞാനിതാ പുറത്തോട്ട് വരയ്ക്കുന്നു, ഔട്ട് വേർഡ് വരയ്ക്കുന്നു. അങ്ങനെയല്ല ആ മൂന്നാമത് വെക്ടറൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരും ആ വെക്ടറും ഓൾറെഡി ഉണ്ടായിരുന്ന രണ്ട് വെക്ടറുകളും ഒരേ പ്ലെയിൻ അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് നോൺ കോപ്ലാനാർ വെക്ടേഴ്സ്? വെക്ടേഴ്സ് ആക്ടിങ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ് ആർ കാൾഡ് നോൺ കോപ്ലാനാർ വെക്ടേഴ്സ്. നോൺ കോപ്ലാനാർ, ഒരാൾ ഇങ്ങോട്ട് അടുത്ത ആൾ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് വെക്ടേഴ്സും നോൺ കോപ്ലാനാർ ആണ്. ഫസ്റ്റ് വൺ ഇങ്ങോട്ട്, സെക്കൻഡ് വൺ ഇങ്ങോട്ട്, തേർഡ് വൺ ഇങ്ങോട്ട്, ഫോർത്ത് വൺ ഇങ്ങോട്ട്, ഫിഫ്ത്ത് വൺ ഇങ്ങോട്ട്, അതെല്ലാം കോപ്ലാനാറാണ്. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരാൾ പോയാൽ അത് നോൺ കോപ്ലാനാറായി. അപ്പോൾ എന്താ നോൺ കോപ്ലാനാർ വെക്ടേഴ്സ്? വെക്ടേഴ്സ് ആക്ടിങ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എൻട്രൻസ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് നോൺ കോപ്ലാനാർ വെക്ടേഴ്സ് വിച്ച് ക്യാൻ ഗിവ് സീറോ റിസൾട്ടൻറ്റ്? മിനിമം നമ്പർ ഓഫ് നോൺ കോപ്ലാനാർ വെക്ടേഴ്സ് വിച്ച് ക്യാൻ ഗിവ് സീറോ റിസൾട്ടൻറ്റ്. ലൈവ് ഡിസ്കഷനിൽ പറഞ്ഞുതരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർമാരോട് ഡൗട്ട് ചോദിക്കണം, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് നോൺ കോപ്ലാനാർ വെക്ടേഴ്സ് വിച്ച് ക്യാൻ ഗിവ് സീറോ റിസൾട്ടൻറ്റ് സാർ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഞാനിതിപ്പോൾ പറഞ്ഞു തരാത്തതിൻ്റെ കാരണം നിങ്ങളെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ പിക്ചർ കിട്ടും, എങ്ങനെയാണ് എത്ര വെക്ടർ വേണം സീറോ റിസൾട്ടൻ്റ് വരാനെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പക്ഷേ ഇതാണ്, പൊസിഷൻ വെക്ടർ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, എക്സ് വൈ, ഞാൻ അഗെയിൻ എക്സ് വൈ പ്ലെയിൻ ചൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബോർഡ് എന്ന് പറഞ്ഞാൽ ബോർഡ് ഈസ് എൻ എക്സ് വൈ പ്ലെയിൻ. എക്സും വൈയും എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ ഒരു ബോഡി ഇതായിരിക്കുന്നു ഇവിടെ, സെയിം നമുക്കൊരു ബോഡി ഇതാ ഇവിടെ ഇരിക്കുന്നു വിചാരിച്ചോ. കളർ ഞാൻ വൈറ്റ് ആക്കാം കേട്ടോ. ദിസ് ഈസ് എ ബോഡി. നമ്മളൊരു ഒറിജിൻ ഇവിടെ ചൂസ് ചെയ്തു. പി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഒരു ഓബ്ജക്റ്റ് ഇരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ ഇൻ എക്സ് വൈ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ, ആ ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. എ വെക്ടർ drawn from the origin of coordinate system towards a point is called position vector of that point. അപ്പോൾ നമ്മളൊരു ഓബ്ജക്റ്റ് ഇവിടെ വെച്ചു, അല്ലെങ്കിൽ നമ്മളവിടെ ഒരു പോയിന്റ് ഇമാജിൻ ചെയ്തു. ആ പോയിന്റിലോട്ട് വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈനിനെ പറയുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. See the definition? A vector drawn from the origin of coordinate system towards a point is called position vector. മനസ്സിലായോ? ഇപ്പോൾ നോക്കൂ, ബോഡി ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സാധാരണ എക്സ് എന്ന് പറയുന്നത്. എക്സ് കോർഡിനേറ്റ് എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? അതുപോലെ ഇവിടെ നിന്ന് താഴേക്കുള്ള ലൈൻ നമ്മൾ വരച്ചാൽ ആ ലൈനിൻ്റെ ലെങ്ത് ആണ് അതിൻ്റെ വൈ കോർഡിനേറ്റ്. നമ്മളിതിൻ്റെ കോർഡിനേറ്റ്സ് പറയുമ്പോൾ എക്സ് വൈ എന്ന് എഴുതാറില്ലേ മാത്സിൽ? അപ്പോൾ ഈ ഒറിജിനെ ബേസ് ചെയ്ത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്, അതുപോലെ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈ കോർഡിനേറ്റ്. നമ്മൾ ആ പൊസിഷൻ വെക്ടർ എഴുതാൻ ഉള്ള റെപ്രസെൻറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ എഴുതാറുണ്ട് നമ്മൾ, വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയാൽ റോങ്ങാണ്. എന്തുകൊണ്ടാണ്? എക്സും വൈയും കൂടെ ആഡ് ചെയ്താൽ ഒരിക്കലും 6 കിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാം, ഉറപ്പാണല്ലോ. പക്ഷെ കിട്ടും എങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെ എഴുതിയിരുന്നെങ്കിൽ, വെക്ടർ എക്സ് പ്ലസ് വെക്ടർ വൈ എന്ന് എഴുതിയിരുന്നെങ്കിൽ, വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ എക്സ് പ്ലസ് വെക്ടർ വൈ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഇത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അത് നമ്മൾ പഠിപ്പിക്കും, ഡോണ്ട് വറി. വേണമെങ്കിൽ ഒരു ടെക്നിക്ക് കൂടെ പറഞ്ഞു കേട്ടോ. വെക്ടർ ആർ ഈസ് ഈക്വൽ ടു നമ്മളിങ്ങനെ എഴുതാറുണ്ട് എക്സ് ഇൻറ്റു ഐ ക്യാപ്പ്. എന്താ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ? എക്സ് ഡയറക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്. പ്ലസ് വൈ ഇൻറ്റു ജെ ക്യാപ്പ്, ഇങ്ങനെ എഴുതാറുണ്ട് നമ്മൾ. എക്സ് ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് വൈ ഇൻറ്റു ജെ ക്യാപ്പ്. ഇങ്ങനെ എഴുതിയാൽ ഈ എക്സ് എന്ന് പറയുമ്പോൾ ആരാ? എക്സ് എന്ന് പറയുമ്പോൾ ആ ലെങ്ത്തിൻ്റെ, അതായത് ഈ ലെങ്ത് ഉണ്ടല്ലോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. പക്ഷെ മുകൾ ഭാഗത്ത് സിമ്പിൾ ഇട്ടാൽ അതിൻ്റെ ഡയറക്ഷനും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഡയറക്ഷൻ കാണിക്കാനാണ് മാഗ്നിറ്റ്യൂഡിനെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നുണ്ട് ആർ ഈസ് ഈക്വൽ, നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് ആർ ഈക്വൽ ടു, വെറുതെ ആർ എഴുതി മുകൾ ഭാഗത്ത് വെക്ടർ സിമ്പിൾ ഇല്ലാതെ ആർന്ന് മാത്രം എഴുതിയാൽ ആർ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് തരും, അടുത്ത സെക്ഷനുകളിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് തരും. പക്ഷെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അറിയാം, കാരണം ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഉണ്ടോ?
ഉറപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ പൈത്തഗോറസ് തിയറം എന്നല്ലേ പറയുക. അപ്പോൾ നോക്കൂ, ഈ ലൈനിൻ്റെ ലെങ്ത്തും ഡയറക്ഷനും കൂടെ ഒരുമിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം, R = വെക്ടർ X + വെക്ടർ Y എന്ന് എഴുതണം. പക്ഷേ ഈ ലൈനിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ ഇറ്റ് ഈസ് R = √x² + y² എന്നാണ്. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് നിങ്ങൾ പഠിക്കാൻ പോണേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ ഈ ലൈനിനെ പറയുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. ഇനി ഈ ഫിഗറിലോട്ട് നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? ആ ഫിഗറിലോട്ട് നോക്കൂ, എന്താ സംഭവിച്ചത് നോക്കൂ. ബോഡിയുടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന പൊസിഷൻ വെക്ടർ R, അതായത് ഈ ലൈൻ, ഫസ്റ്റ് ലൈൻ ഉണ്ടോ, ഇതാ ഇങ്ങോട്ടാണ് ആ പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഇനീഷ്യലി ബോഡി എവിടെയായിരുന്നു? P എന്ന് പറഞ്ഞ പോയിന്റിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ബോഡി വേറൊരു പോയിന്റിലെത്തി. അതായത് ഈ പോയിന്റിൽ നിന്നും നമ്മുടെ ബോഡി വേറൊരു പോയിന്റിലോട്ട് പോയി. NCERT ബുക്കിലുള്ള ഫിഗറാണ്, P' മാർക്ക് ചെയ്തു. അപ്പോൾ P is the initial position of the point, P' is the final position of the point. ക്ലിയർ? ദെൻ അങ്ങനെയാണെങ്കിൽ R' ആണ് പുതിയ പൊസിഷൻ വെക്ടർ. അപ്പോൾ R is the initial position vector. R' ആരാം? It is the final position vector. R is the initial position vector. After a time ബോഡിയുടെ പൊസിഷൻ വെക്ടർ എന്തായിട്ട് മാറി? R' ആയിട്ട് മാറി. അപ്പോൾ ബോഡി ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലോട്ട് മാറി. ക്ലിയർ അല്ലേ? അങ്ങനെ ഈ ബ്ലാക്ക് ലൈൻ കാണിക്കുന്ന ബോഡി എങ്ങനെ വേണമെങ്കിൽ ഇതാ ഇങ്ങനെ വരാം, ഇനി വേറെ വല്ല ഡയറക്ഷൻ ഇങ്ങനെ വരാം, ബോഡിക്ക് ഇത് ഇങ്ങനെ വരാം, ബോഡിക്ക് ഇത് എങ്ങനെ പോയി ഇങ്ങനെ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ നിങ്ങൾക്ക് അറിയാം, ഈ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ, അതല്ലേ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ ആകുമ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ ഒന്നും കൂടെ പ്രിസൈസ് ആക്കുന്നു നമ്മുടെ ഡെഫിനിഷൻ. ദിസ് ലെങ്ത്, അരൈ ലെങ്ത്, അതായത് ഈ ഫിഗറിലോട്ട് നോക്കിയാൽ ഇതാ ഈ P', അതായത് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലോട്ട് ബോഡി മാറി. അങ്ങനെയാണെങ്കിൽ P' ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ദിസ് വെക്ടർ ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അതിന് ഡയറക്ഷനൊക്കെ കാണുക പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് വെക്ടർ സബ്ട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും. തൽക്കാലം ഡയറക്ഷൻ അവിടെ നിൽക്കട്ടെ. ദിസ് ലെങ്ത് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? സപ്പോസ് there are 2 points P and P'. P is the initial position, P' is the final position. In a coordinate system, then a vector drawn from P towards P' is called displacement vector. Pയിൽ നിന്നും P' വരയ്ക്കുന്ന ലൈനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. So what is the definition? P' is the displacement. P' is the displacement. നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ആർ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. ഡെൽറ്റ R is equal to R' minus R. എഴുതുമ്പോൾ വെക്ടർ സിമ്പിൾ ഇട്ട് മാത്രമേ എഴുതാവൂ, R' minus R. So displacement vector is the change in position vector. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. നോക്കൂ, ഈ R' രണ്ടും സെയിം ആണോ? അല്ല. ഇതാ കണ്ടോ, മാഗ്നിറ്റ്യൂഡ് ഇത്രയാണ്, രണ്ടാമത്തെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമാണോ ഡിഫറൻറ്റ്? അല്ല. ആദ്യത്തതിൻ്റെ ഡയറക്ഷൻ ഇതാ ഇവിടേക്കാണ്, ഇത് ഇങ്ങനെ പോകുന്നത്. രണ്ടാമത്തെ ആരോ മാർക്ക് അതാ ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, ഇവിടേക്കാണ് നിൽക്കുന്നത്. അതായത് R ഈസ് നോട്ട് ഈക്വൽ ടു R' ബിക്കോസ് മാഗ്നിറ്റ്യൂഡ് ഡിഫറൻറ്റ്. നോട്ട് ഓൺലി മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൾസോ ഡിഫറൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഫൈനൽ പൊസിഷൻ വെക്ടറിൽ നിന്നും ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടുന്നത്. സബ്ട്രാക്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. തൽക്കാലം ഈ ഡെഫിനിഷൻ ഓർത്ത് വെച്ചോളൂ. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈസ് ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ വെക്ടറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, സ്കേലാറും വെക്ടറും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഒക്കെ വായിച്ച് പഠിക്കണം കേട്ടോ. പിന്നെ 2 വർക്ക് ഞാൻ തന്നിട്ടുണ്ട്, 2 തോട്ട് പ്രോസസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നെന്താ? മിനിമം നമ്പർ ഓഫ് കോപ്ലാനാർ വെക്ടേഴ്സ് വിച്ച് ക്യാൻ ഗിവ് 0 റിസൾട്ടൻറ്റ്. ഡൗട്ട് ക്ലിയറൻസിലൂടെ ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വരും ക്ലാസ്സുകൾ ഞാൻ തന്നെ പറഞ്ഞുതരും കേട്ടോ.
അതുപോലെ മിനിമം നമ്പർ ഓഫ് നോൺ കോപ്ലാനാർ വെക്ടേഴ്സ് വിച്ച് ക്യാൻ ഗീവ് സീറോ റിസൾട്ടൻറ്റ് എത്രയാ കണ്ടുപിടിക്കുക. അപ്പോൾ ആ രണ്ടെണ്ണം അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ചിന്തിച്ച് കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് കുറച്ചും കൂടെ മാത്തമാറ്റിക്സ് ആവശ്യമുള്ള ഒരു മേഖലയ്ക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. വെക്ടറിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. പക്ഷേ പേടിക്കൊന്നും വേണ്ട, ഒക്കെ സിമ്പിളാണ്. അയ്യോ എനിക്ക് മാത്സ് അറിയില്ല, നോ നീഡ് ടു വറി, നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിച്ചോളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ്, പറ്റാവുന്നവർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ ഫിസിക്സ് പഠിച്ചു, നിങ്ങൾ ആകെ എന്തായി, ഒരുപാട് തല ആകെ പുകഞ്ഞു, നിങ്ങൾ ഒരുപാട് നേരം പഠിക്കുന്നു, നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യണം. ഐഡിയ പറഞ്ഞു തരട്ടെ, എന്ത് ചെയ്യും? ടി വി ആണോ, പാട്ട് പാടുക? ഒന്നുമല്ല, ഞാൻ സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. എന്താ അപ്പോൾ ഒരു എക്സാമ്പിൾ, ഹൗ ടു ടീച്ച് ക്വാണ്ടം ഫിസിക്സ് ടു യുവർ ഡോഗ്. നിങ്ങളുടെ +2 ലെവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വായിക്കുമ്പോൾ മുഴുവൻ കാര്യങ്ങളും മനസ്സിലായില്ലെങ്കിലും ചില തോട്ടുകൾ നിങ്ങളുടെ തലയിൽ വരും. അതൊരു വലിയൊരു ക്രിയേറ്റീവ് എലമെൻ്റായിട്ട് മാറും. ഇപ്പം ഞാൻ ഒബ്സർവ് ചെയ്തൊക്കെ ഒരു കാര്യം, നമ്മുടെ ഇവിടുന്ന് പഠിച്ച കുട്ടികളുണ്ടല്ലോ, ഒരുപാട് നല്ല കുട്ടികൾ, ലൈക്ക് ഇപ്പോൾ ബാംഗ്ലൂർ IAS പഠിക്കുന്നവരുണ്ട്, അതുപോലെ ഡൽഹി എയിംസിൽ പഠിക്കുന്നവരുണ്ട്, അതുപോലെ നമുക്ക് അങ്ങനെ വരികയാണെങ്കിൽ ഐസറുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവരിലൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തൊരു കോമൺ എലമെൻറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അവരൊക്കെ നന്നായിട്ട് വായിച്ചിരുന്ന കുട്ടികളാണ്. എനിക്കൊന്നും ഈ ചെറിയ പ്രായത്തിലൊന്നും ഇങ്ങനത്തെ ബുക്കുകൾ മേടിക്കാനോ വായിക്കാനോ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് വായിക്കാനുള്ളൊരു മൈൻഡ് സെറ്റില്ല. ശരിക്കും ഇതൊക്കെ ചെറു പ്രായത്തിൽ തുടങ്ങി വെച്ചാൽ നിങ്ങൾക്ക് വണ്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് എലമെൻറ്റ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടെ വൈഡായിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും കളയേണ്ട. നിങ്ങൾ 2 മണിക്കൂർ നമ്മുടെ +1 ഫിസിക്സ് പഠിച്ച് തീർത്തു, ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ വായിക്കുമ്പോൾ നമ്മുടെ തലയിലൂടെ കുറേ കാര്യങ്ങൾ ഓടിപ്പോകും. ആ എലമെൻറ്റുകളാണത്രേ നമ്മളെ വലിയ വലിയ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മളൊരു സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണറോ ആക്കി മാറ്റുന്നത് ആ എലമെൻറ്റുകളാണത്രേ. ഞാൻ മനസ്സിലാക്കിയത് IIT കുട്ടികൾ പഠിക്കാൻ പോകുന്നത് പ്യുവർ അക്കാഡമിക്സ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ പാഷൻ, ആ പാഷനെ വീണ്ടും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനത്രേ അവർ ശരിക്കും IIT പോകുന്നത്. ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് എന്താ വെച്ചാൽ, ഈ IIT അക്കാഡമിക്സ് പഠിച്ചിട്ട് അവിടുന്ന് ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകൾ തന്നെ വളരെ കുറവാണെന്ന്, അവർ വേറെ വേറെ മേഖലകളിലേക്ക് മാറുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഹയർ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേട്ടോ. അപ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞു. അതുപോലെ വേറൊരു ബുക്ക് ഞാൻ പറഞ്ഞുതരാം, ദ ഇക്വേഷൻസ് ഓഫ് ലൈഫ്, ഹൗ ഫിസിക്സ് ഷേപ്സ് എവല്യൂഷൻ. ബയോളജിയും ഫിസിക്സും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ചാൾസ് കോക്കൽ. അപ്പോൾ ഇങ്ങനത്തെ ആളുകളുടെ ബുക്ക് സമയം കിട്ടുമ്പോൾ ഇത്തിരി സമയം അതിൻ്റെ മുകളിലൂടെ സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് തോട്ടുകൾ വരുമ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡയറിയിൽ കുറിച്ച് വയ്ക്കുക. കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ MIT, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അമേരിക്ക, നിങ്ങൾക്കറിയാം, അവിടെയൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ ഡയറി ആയിട്ട് ചെല്ലുന്നു. ഈ ഡയറിയിൽ നിങ്ങൾ കുറിച്ച് വെച്ചിട്ടുള്ള ഈ 10ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും കൊച്ചു നോട്ടുകൾ അന്നെടുത്ത് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖം എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.